Hi friends, I am Joy Telakadan, my YouTube channel name Joy's Kitchen. നമുക്കിന്നൊരു അവിയലുണ്ടാക്കിയാലോ എന്നൊരു തോന്നല. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ചേന ഒരു കഷ്ണം ഇതുപോലെയുള്ളത് എടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ, പിന്നെ മുരിങ്ങക്കോല്, 2-3 ക്യാരറ്റ്, പടവലങ്ങ, പിന്നെ ഒരു കായ, ബീൻസ്, പിന്നെ കുമ്പളങ്ങയും വെള്ളരിക്കയും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് സെറ്റാക്കി എടുത്തൊരു നല്ലൊരു അവിയൽ റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ബാലൻസുള്ള ഇൻഗ്രീഡിയൻസ് കൂടിയും ആഡ് ചെയ്യാം. പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. പിന്നെ അവിയലുണ്ടാക്കാനുള്ള കഷ്ണങ്ങളാണിതെല്ലാം. അവിയലിൻ്റെ ഇത് പൊട്ടറ്റോ, ബീൻസ്, ഇത് ചേന, അതേപോലെ ഇത് എന്താ പറയുക, മുരിങ്ങക്കോല് ഇതേപോലെ പൊളിച്ചിടണം. അപ്പം മുഴുവനോടെ കിടക്കുമ്പോഴേ നമുക്കത് ചിലത് വെന്തില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതിനധികം അലിഞ്ഞു തരില്ല. അപ്പോൾ ഇത് പൊളിച്ചിടാണ് ഞാൻ. അതുപോലെ ഏത്തക്കായ ഇതേപോലെ അരിഞ്ഞെടുത്തത്, ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞെടുത്തത്, വെള്ളരിക്ക ഇതേപോലെ അരിഞ്ഞെടുത്തത്, കലവാസി എന്ന് പറഞ്ഞ വെള്ളരിക്ക, പീച്ചി, അതേപോലെ തന്നെ എല്ലാ ഐറ്റംസും ഇതേപോലെ അരിഞ്ഞ് കുരുന്ന് എടുത്തിരിക്കുകയാണ്. അപ്പം ഇതേപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞാൽ വേവാൻ എളുപ്പം. നമ്മൾ ഒരുപാട് വേവിക്കാൻ എന്താ പറയുക, ഒരുപാട് വിറക് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തവർക്ക് ഇങ്ങനെ വേവിക്കാനാണെങ്കിൽ പെട്ടെന്ന് വേവാൻ എളുപ്പമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മുഴുത്ത കഷ്ണമാക്കുമ്പോൾ വലിയ വിറകടുപ്പുകളിലൊക്കെ വലിയ ഇതിലൊക്കെ വേവുമ്പോഴാണ് അതിൽ വേവാൻ എളുപ്പം. അപ്പോൾ ഞാനിതിങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ അവിയലുണ്ടാക്കാൻ ആവശ്യമായിട്ട് ഞാനൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഈ ഉരുളിക്കകത്തേക്ക് ഞാൻ ഫസ്റ്റിൽ വെജിറ്റബിളൊക്കെ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഉരുളിയിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഉരുളിക്ക് ചൂട് പിടിക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ഉരുളി ചൂടാകുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളി പെട്ടെന്ന് പിടിക്കും. ഇത് വേവിക്കുമ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അപ്പം വേവാൻ എളുപ്പമാണ്. ലാസ്റ്റ് മൂടി വെച്ച് വേവിക്കരുത്. അപ്പം വെള്ളം കൂടുതൽ അതിനകത്ത് കെട്ടിക്കിടക്കും. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 1/2 ഗ്ലാസ് വാട്ടർ ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാൾട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഓണിയനും ഞാൻ അതിനകത്തേക്ക് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഉരുളിക്കകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ഗ്ലാസ് ഉള്ളൂ. കാരണം വളരെ കുറച്ച്. കാരണം ഞാൻ വെജിറ്റബിളെല്ലാം മുഴുവനോടെ വെജിറ്റബിൾ കഴുകിയിട്ടാണ് അരിഞ്ഞിട്ട് കഴുകുമ്പോൾ നമുക്ക് ഈ വാട്ടറിൻ്റെ ആവശ്യമില്ല. കാരണം അതിനകത്ത് വെള്ളം ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് കഴുകിയെടുക്കാൻ അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെള്ളം കൊണ്ട് അത് ഇനഫാണ്. ഞാനിതിനകത്തേക്ക് വേപ്പില കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ കുറച്ച് അരച്ചും ചേർക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് പൂർണ്ണമായിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അതിനകത്തേക്ക് ഞാൻ ഒരു സവാള ഞാൻ പറഞ്ഞില്ല അരിഞ്ഞതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പ്, 1 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇടയ്ക്കൊക്കെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഇതുപോലെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കുറുക്കുമിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കുറുക്കും പൗഡർ. ഈ ഉരുളിക്ക് ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് 1/2 ഗ്ലാസ് വാട്ടർ ചെയ്തത്. നോർമലായിട്ട് വാട്ടർ ആഡ് ചെയ്യില്ല. പിന്നെ നമ്മളുടെ ഈ ഡിഷൊക്കെ പോലെ ഇരിക്കും. ഇത് കുക്ക് ചെയ്യുന്ന ഡിഷ് ഓരോ ഡിഫറെൻ്റാണ്. ഇപ്പം നമ്മളിപ്പോൾ വിദേശത്തൊക്കെ താമസിക്കുന്നവരൊക്കെ മോഡലായിട്ടുള്ള ചെറിയ ഡിഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് അതിൻ്റെ വാട്ടർ വേണമെന്നില്ല. അതിൽ ഓപ്ഷനിലാണ്. ഈ ഉരുളി നല്ലോണം ചൂടായിരിക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇതിനകത്തേക്ക് 1/2 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്തത്. വേണ്ട, ഇപ്പം ആ വാട്ടർ കാണാനില്ല. അത് കണ്ടോ, വാട്ടർ കാണുന്നില്ല ആഡ് ചെയ്ത്. കാരണം ഉരുളിയുടെ ചൂട് കാരണമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അടിയിൽ പീസ് പിടിച്ചുകൊണ്ടിരിക്കും. ഞാൻ മീഡിയം ഫ്ലേവറിലായിട്ടാണ്. ഇനി കുറച്ചും കൂടി ഒന്ന് കൂട്ടിയിടുന്നുണ്ട്. ഇതിനകത്തേക്ക് തേങ്ങ, പെരിഞ്ജീരകം, വെളുത്തുള്ളി കൂടി അരച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചുമന്നുള്ളി കിട്ടുമല്ലോ. അപ്പം അന്നേരം ചുമന്നുള്ളി ഇടിച്ച്
ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ സവാള ഓണിയൻ ചേർക്കണമെന്നില്ല. അതുപോലെ വെളുത്തുള്ളി അതനുസരിച്ച് കുറച്ച് ചേർത്താൽ. പക്ഷേ നമ്മൾ വിദേശത്തൊക്കെ ഉള്ള കൂടുതലത് കിട്ടാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെജിറ്റബിളൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ്, ബോയിലായി കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു വലിയ സ്പൂണ് ജീരകം, അതേപോലെ വേപ്പിലയും, ഈ വേപ്പിലയുടെ തണ്ടില്ലേ അത് ഞാൻ ഇതിനകത്തേക്ക് നുറുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അരച്ച് കഴിയുമ്പോൾ നല്ല ഒരു ഗുണവും മണമൊക്കെ കിട്ടും. കളയണ്ട, നമുക്ക് എല്ലാവരും കളയാണ് പതിവ്, ഞാനത് കളയുന്നില്ല. നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് കളയാം. വിദേശത്തുള്ളവർക്കൊക്കെ അത് വളരെ ഷോർട്ടല്ലേ കിട്ടാനായിട്ട്. അതേപോലെ തന്നെ ഞാൻ പച്ചമുളക് ഒരു 5 എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇതേപോലത്തെ വലിയ ചോള ഒരു 4-5 എടുത്തിട്ടുണ്ട്. ഇതുകൂടി അരച്ച് തേങ്ങയും കൂടി അരച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് 1.5 മുറി തേങ്ങ അരച്ചിട്ടുണ്ട്. അത് ഇതേപോലെ നല്ലോണം പറിച്ചെടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒതുക്കിയിട്ടുമ്പോൾ ടേസ്റ്റ് കുറയും. ഇതേപോലെ അരച്ച് അതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് വരും ഇതിനകത്ത്. അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അതേപോലെ ഇതിനകത്ത് കുറച്ച് തൈര് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മാങ്ങ കിട്ടുകയാണെങ്കിൽ മാങ്ങ, ഒരു ബോൾ മാങ്ങ, പുളിയുള്ള മാങ്ങ ഒരു നിറഞ്ഞ് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അതേപോലെ 1 ഗ്ലാസ് തൈരും കൂടി ആഡ് ചെയ്യുമ്പോൾ സൂപ്പറാവും. പക്ഷേ പുളി നോക്കി ആഡ് ചെയ്യണം, മാങ്ങയും തൈരൊക്കെ. കണ്ട അങ്ങനെ അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫോളോ ചെയ്യും, ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം പുതിയ ഒരു വീഡിയോകളായിട്ടൊക്കെ കാണാം. വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ റെഡിയാക്കാം. അങ്ങനെ അവിയൽ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റുള്ളൊരു ഫുഡാണല്ലോ. നമ്മുടെ വെജിറ്റബിളിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ളൊരു ഫുഡാണ് അവിയൽ. വേണ്ട, നല്ല വെരി ടേസ്റ്റി. വേണ്ട, ഡെലിഷ്യസ്. ഓ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളും കമൻറ്റൊക്കെ അറിയിക്കണം. യൂട്യൂബ് ചാനലിൽ, ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. നിങ്ങളെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അഭിപ്രായങ്ങൾ വരണം. വളരെ ടേസ്റ്റുള്ള ഫുഡാണ് അവിയൽ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക, കാണാം. ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയണം. ശരി, അടുത്തൊരു വീഡിയോ കാണാം.